നമസ്കാരം, ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകുട്ടി അങ്ങനെ കൈ ഇട്ടിട്ടിരിക്കുള്ളൂ. അതുകുട്ടിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഈസ്റ്റർ ആയിട്ട് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ചോദിച്ചാൽ എല്ലാവരോടും. അതുകുട്ടി ഇച്ചിരി ഉടക്കിലാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വേറെന്താണ് വിശേഷമൊക്കെ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും. എന്തോ നോക്കിയിരിക്കുവാണേ, എന്തോ നോക്കി അങ്ങോട്ട് ഇരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. എന്താണെന്നറിയത്തില്ല കേട്ടോ. പിന്നെ നമുക്കിന്ന് തെറാപ്പി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ്. തെറാപ്പി ഇല്ല ഇന്ന്. നാളെ തൊട്ട് തെറാപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് വീണ്ടും പതിവ് പോലെ തെറാപ്പിക്ക് പോകുന്നതായിരിക്കും. ഇന്നിപ്പോൾ ലേറ്റ് അതുകൊണ്ട് ഈ ചായ കൊടുത്തിട്ടിരിക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. നാളെ തൊട്ട് രാവിലെ 9 മണിയാകുമ്പോൾ വീണ്ടും തെറാപ്പിക്ക് പോകും. 1 മണിയാകുമ്പോൾ വരും. അങ്ങനെയായിരിക്കും. നാളെ തൊട്ട് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് കഴിഞ്ഞ ദിവസമേ ഒരുപാട് സങ്കടം ഉണ്ടായ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒത്തിരി സങ്കടം ഉണ്ടായ ഒരു കാര്യം. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ആദൂട്ടിക്ക് പനിയായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാലോ. ആദൂട്ടിക്ക് പനിയൊക്കെ മാറി. അവിടെ എന്താ അങ്ങോട്ട് പോകണം, അപ്പൂസ് അവിടെ ഉണ്ടേ. ആദൂട്ടിക്ക് പനിയൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിനിയാന്ന് രാത്രിയിൽ പോവാം. മിനിയാന്ന് രാത്രി എനിക്ക് എന്താണോ കിടന്നിട്ട് എന്തോ ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കുറേ നേരം കിടന്ന് 1 മണി 1:30 ആയി. 1 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ ആദൂട്ടിക്ക് ഭയങ്കര ഛർദി കേട്ടോ. ചുമച്ചുമില്ല, ഒന്നുമില്ല. ആദൂട്ടി എന്തോ ദഹനക്കേട് വന്നിട്ട് ഛർദിക്കുന്ന പോലെ ഭയങ്കര ഛർദിച്ച് ആദൂൻ്റെ മേലും എൻ്റെ മേലും മൊത്തം ഛർദി. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി അവിടെ വന്നത്തേക്കും ഡ്രസ്സൊക്കെ മാറിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആദൂട്ടി ഒന്ന് മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ അന്നേരം ഞാൻ വെള്ളം കൊടുത്തപ്പോൾ ആദൂട്ടിക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വരുവാണേ. അപ്പോൾ ഞാൻ ആദൂട്ടിനെ കിടത്തി ചെരിച്ച് കിടത്തിയപ്പോഴേ ആദൂട്ടി ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ എന്തോ ഏത്തപ്പഴം എന്തോ രാത്രി കൊടുത്ത് ദഹിക്കാതെ എന്തോ വന്നതാണ്. അങ്ങനെ ആദൂട്ടി ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലാണെങ്കിൽ ആദൂട്ടി അങ്ങനെ ഛർദ്ദിച്ചൊന്നും ഞാൻ അറിയത്തുമില്ല. ദൈവമായിട്ട് എന്തായാലും എന്നെ അന്ന് ഉറക്കാതെ ഇരുത്തിയത് തന്നെയായിരിക്കും കേട്ടോ. ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ഒറ്റ ഇതിൽ ഛർദ്ദി തന്നെ ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ചെരിച്ച് കിടത്തില്ലെങ്കിൽ മൂക്കിൽ കൂടിയൊക്കെ വരുമല്ലോ. നേരെ കിടക്കുന്നെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ആദൂട്ടിയൊക്കെ വലിയൊരു സൗണ്ട് ഇല്ലാതെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ചെരിച്ച് കിടത്തിയുമില്ല. ഞാൻ പെട്ടെന്നെടുത്ത് ചെരിച്ച് എൻ്റെ മേത്തേക്ക് ഇങ്ങനെ കിടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ദയവായിട്ട് എന്നെ ഉറക്കാതിരുത്തിയതായിരിക്കും, അങ്ങനെയായിരിക്കും. അതൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് കിടന്നുറങ്ങി. പിന്നെ എനിക്കെന്തോ ഉറക്കം വരുന്നില്ലേ. അപ്പോൾ 3 മണിയായി. 3 മണിയായപ്പോഴത്തേക്കും അതുകൂട്ടി ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം വന്നിട്ട് കരയുവാണ്. എന്നിട്ട് കണ്ണിക്കൂടിയൊക്കെ ഇങ്ങനെ കണ്ണീരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തിനാ കരയുന്നേ, ഇനി എന്തെങ്കിലും വേദനയുണ്ടോ, എന്ത് പറ്റിയെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ കൊച്ചിനെ ഛർദ്ദിച്ചിട്ട് ദാഹിക്കുന്നുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, പെട്ടെന്ന് പോയിട്ട് ആദൂട്ടിക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു. കാരണം ആദൂട്ടി അങ്ങനെ രാത്രിയിൽ വെള്ളം കൂടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ആദൂട്ടിനെ അവിടെ കിടത്തിയിട്ട് ഓടിപ്പോയി വെള്ളം ചൂടാക്കി ചായ ചൂടാക്കി എടുത്തു. അപ്പം ആദൂട്ടിക്ക് ചൂടായിക്കൊണ്ടു. ചായ രാത്രിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ചിലപ്പോൾ കുടിക്കത്തുമില്ല കേട്ടോ. അന്നേരം ആദൂട്ടിക്ക് ഞാൻ പെട്ടെന്ന് വെള്ളം ചൂടാക്കി കൊണ്ടുപോയി കൊടുത്തു. അന്നേരം ആദൂട്ടി പെട്ടെന്ന് ആ വെള്ളം മൊത്തം കേട്ടോ 2 ഗ്ലാസ് വെള്ളം ആദൂട്ടി മേടിച്ച് കുടിച്ചേ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ അന്നേരം. കാരണം അങ്ങനെ മേടിച്ച് ഒരു ദാഹം വന്നാൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇവൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് അറിയത്തുമില്ല. പിന്നെ എനിക്ക് തോന്നി വെള്ളത്തിനായിരിക്കും, അങ്ങനെയാണ് ഞാൻ വെള്ളം കൊടുത്തത്. ആദൂട്ടി അന്ന് കരഞ്ഞത് ദാഹിച്ചിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ദാഹവും വിശപ്പും, അത് കഴിഞ്ഞല്ലേ ഈ ഭൂമിയിൽ എന്തും ഉള്ളൂ. അപ്പം അതുപോലും ഉണ്ടായിട്ടും മേടിച്ച് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് രാത്രി ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായി. കാരണം ഞാൻ അന്നാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. കഴുത്ത് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആദൂട്ടി ആദ്യമേ തന്നെ വർത്താനം പറയണേന്നാണ് കേട്ടോ പ്രാർത്ഥിച്ചത്. വർത്താനം പറയണേന്നാണ് ഇവിടെ എന്താ കൊതുക് അടിച്ചിട്ടുണ്ട് കേട്ടോ.
അതുട്ടി വർത്താനം പറയണേന്നാണ് പ്രാർത്ഥിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളമോ ഒരു ഭക്ഷണമോ മേടിച്ച് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് കേട്ടോ. നമ്മുടെ കാര്യമാണെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കും കേട്ടോ. വെള്ളമോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊരു ഭയങ്കരമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ അപ്പം എനിക്ക് ഇതുപോലെ എനിക്ക് വിഷമമായി. എനിക്കങ്ങനെ ചിന്തിച്ചിട്ട് അതുട്ടിക്ക് വെള്ളം പെട്ടെന്ന് പോയി എടുത്തു കൊടുക്കാൻ പറ്റി. പക്ഷേ എൻ്റെ ഒരു ഗതികേടാണ് കേട്ടോ. ഒരമ്മ എന്ന നിലയിൽ ഒരമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം സ്വന്തം മക്കൾക്ക് ദാഹിച്ചാൽ പോലും ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ മക്കൾ കരഞ്ഞാൽ പോലും എന്തിനാണെന്നോ വേദന എന്താണെന്നോ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അവസ്ഥയാണ്. അപ്പം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ആദൂട്ടിനെ പോലെയുള്ള ഒരുപാട് മക്കളുള്ള അമ്മമാരുണ്ട് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്കും വർത്താനം പറയാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങളെപ്പോലെ ഒരവസ്ഥ ആർക്കും വരരുത്. ഒരു അമ്മയുടെ ഗതികേടാണ് കേട്ടോ. ഒരമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാകരുത്. എന്ത് വന്നിട്ടുണ്ടേലും കൊതുക് പിടിച്ചല്ലേ, എന്ത് വന്നിട്ടുണ്ടേലും വെള്ളം മേടിച്ച് കുടിക്കാനൊക്കെ സാധിക്കണേന്നാണ് കേട്ടോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെ ആ കുട്ടിയുടെ വേദന ഇന്ന സ്ഥലത്ത് അമ്മ എനിക്ക് വേദന എന്നൊക്കെ പറയാൻ അങ്ങനെ ഒരു ഇത് വരണേന്ന് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് എന്ത് വേണേലും മാറ്റി വയ്ക്കാം. പക്ഷെ ആ കുട്ടി അന്നേരം കരഞ്ഞിട്ട് ആ വെള്ളം കൊടുത്തുടനെ ആ കുട്ടി കരച്ചിൽ നിർത്തി കേട്ടോ. പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടി പോലെ കരച്ചിൽ നിർത്തി. ഇപ്പോൾ കൊതുക് കടിച്ചിട്ടുണ്ട് അതാ ചൊറിയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കെട്ടി പോലെ കരച്ചിൽ നിർത്തി കേട്ടോ. അതുകൊണ്ട് അതെനിക്ക് നിങ്ങളായിട്ട് എനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ ജീവിതത്തിൽ. അത് അന്ന് രാത്രിയിൽ പിന്നെയും കിടന്നിട്ട് എനിക്ക് അന്ന് ഉറക്കം വന്നില്ല. അന്ന് 1 മണിക്കൂറും കണ്ട ഞാൻ ഉറങ്ങി. എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തെ ഛർദിയൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഛർദിച്ച് പോയപ്പോൾ ആ പരവേശമാണെന്ന് തോന്നുന്നു കേട്ടോ ദാഹമായിട്ട് കരഞ്ഞത്. ദാഹിച്ചാൽ ഇവർക്കൊക്കെ ആദൂട്ടിക്കും ആദൂട്ടിനെ പോലെയുള്ള മക്കൾക്കൊക്കെ അമ്മമാരെന്ത് ഭക്ഷണം കൊടുക്കുന്നോ അതാണ് അവർ കഴിക്കുന്നത്. എന്ത് കൊടുത്താലും കേട്ടോ നമ്മൾ ആദൂട്ടിക്കാണേലും ഞാൻ എന്ത് കൊടുക്കുന്നു അതാണ് ആദൂട്ടി കഴിക്കുള്ളൂ. വേറൊന്നും ആദൂട്ടിക്ക് ചോദിച്ച് മേടിക്കാനോ ഒന്നും പറ്റിയല്ല. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ദിവസം ഒരു ദിവസം പോലും മാറി നിൽക്കാനും പറ്റില്ല. ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ദിവസം എങ്ങാനും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവരെ കൊണ്ട് ആദൂനെ ഇങ്ങനെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വെള്ളത്തിന് ചോദിക്കാൻ പറയാതെയൊക്കെ പറ്റാതെയൊക്കെ എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് മറിഞ്ഞ് അവളുടെ അച്ഛൻ പോകുന്നുണ്ട്. അതാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചും തിരിച്ചും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരമ്മയ്ക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുതേന്നാണ്. അപ്പം എനിക്ക് നിങ്ങളായിട്ട് എൻ്റെ ആ വിഷമം അതൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അതായിട്ടൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. അതാണിപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ ഈ ഭൂമിയിലൊക്കെ ഉണ്ട് ഈ അല്ലേ അതേനെ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരും ഞങ്ങളെപ്പോലെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി അമ്മമാരുണ്ട്. അപ്പം അതെല്ലാവരുമായിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതാട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇന്നലെ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് വന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പരമാവധി എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലോങ് വീഡിയോ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അതുട്ടി ഇപ്പോൾ ഓക്കെയാണ്. നാളെ തൊട്ട് ഇന്നിപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് നാളെ തൊട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. തെറാപ്പിയൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർത്താനങ്ങൾ കാക്കാന്നൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ തെറാപ്പി ചെയ്യുന്നൊരു സാറെന്നോട് പറഞ്ഞു കാക്കാന്നുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വർത്താനങ്ങളൊക്കെ അതുട്ടിക്ക് വന്നോളും പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരമ്മയ്ക്കും ഇങ്ങനത്തെ മക്കൾ കരയുമ്പോൾ എന്തിനാണ് ആ കരയുന്നതെന്നുള്ളൊരവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതൊരു വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ. എല്ലാ മക്കളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചുമ്മാ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുമായിട്ടൊന്ന് പറയാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് അല്ലേ. അപ്പോൾ വീഡിയോ വേണ്ടിയപ്പോൾ ചെയ്യല്ലേ ഈസ്റ്ററൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ലോങ് വീഡിയോ കാണാൻ സമയമില്ലെങ്കിലേ എല്ലാവരും ഒന്ന് ലോങ് വീഡിയോ തുറന്നെങ്കിലും വെക്കുക കേട്ടോ. കട്ടിക്കാതെ നമ്മുടെ ലോങ് വീഡിയോ എല്ലാവരും തുറന്നെങ്കിലും വെക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കൊതുക് കടിച്ചു. അത് എവിടുന്ന് കടിച്ചെന്ന് എനിക്കറിയത്തില്ല. എവിടുന്നാണ് കടിച്ചത്? അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. എനിക്ക് വന്നൊരു വിഷമമാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം വരുന്നതായിരിക്കും.
എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.